വാർത്തകൾ വിശദമായി നോക്കാം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധിയിൽ അന്തിമ വാദം പൂർത്തിയായി. ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ശിക്ഷയിൽ ഇളവ് വേണമെന്ന ആവശ്യവുമായി ഗ്രീഷ്മ. 24 വയസ്സേ ഉള്ളൂ. പഠനം തുടരണമെന്ന് പ്രതി ഗ്രീഷ്മ കോടതിയിൽ ആവശ്യപ്പെട്ടു. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, ശിക്ഷാവിധിയിൽ അന്തിമ വാദം പൂർത്തിയായിരിക്കുന്നു. തിങ്കളാഴ്ചയാണ്. എന്താണ് ആ ശിക്ഷാവിധി ഉള്ളത് എന്ന് അറിയാൻ ഇനി തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. തനിക്ക് പഠിക്കണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഗ്രീഷ്മ പറഞ്ഞത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ്, വധശിക്ഷയടക്കം പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും കേരളക്കര കാത്തിരുന്ന ആ ശിക്ഷാവിധി ഇന്നില്ല. പകരം 20 തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ ശിക്ഷാവിധി നൽകുക. ഇതിനിടയ്ക്കാണ് ഗ്രീഷ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് താനൊരു കൃത്യമായ ഏജ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയ ഒരു പത്രിക പോലെ ഒരു പേപ്പർ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് സമർപ്പിച്ചിട്ടുണ്ട്. വിശദമായും അത് ജഡ്ജിക്ക് ഒന്ന് വായിച്ചെടുക്കാനുള്ള ആവശ്യകതയുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് ഇത്തരത്തിൽ വാദത്തിന്റെ ഭാഗത്ത് നടന്നത്. എന്തായാലും നല്ല രീതിയിലുള്ള പ്രതിഭാഗവും പ്രോസിക്യൂഷനും ഒരു വാദം തന്നെയാണ് ഇവിടെ നടന്നത്. പലതരത്തിലുള്ള ദയ അർഹിക്കുന്ന കാര്യങ്ങളാണ് പ്രതിയുടെ വാദം ഉന്നയിച്ചത്. പക്ഷേ അത്തരത്തിൽ ഒരു ദയയ്ക്കും ഈ പറയുന്ന ഗ്രീഷ്മ അർഹതയല്ല എന്ന് പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ തെളിവുകൾ നിരത്തി തന്നെയാണ് ഇത്തരത്തിൽ വ്യക്തമാക്കിയത്. ഇത്തരത്തിലുള്ള നടപടിക്കൊടുവിലാണ് എന്തായാലും തിങ്കളാഴ്ച 20-ാം തീയതി ശിക്ഷാവിധി കൃത്യമായി തന്നെ നടപ്പിലാക്കും എന്നുള്ള രീതിയിലാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന രീതിയിൽ തന്നെയാണ് അവസാനമായി ഇവിടെ നിന്ന് പറയാൻ പറ്റുന്ന കാര്യം. പ്രദീപ്, അതുപോലെ തന്നെ ശിക്ഷയിൽ ഇളവ് വേണമെന്നാണ് കുറ്റക്കാരിയായിട്ടുള്ള 1-ാം പ്രതി ഗ്രീഷ്മ കോടതിയിൽ അന്തിമ വാദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശിക്ഷയിൽ ഒരു ഇളവുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ഗ്രീഷ്മയുടെ പ്രായം, പഠനമൊക്കെ കണക്കിലെടുത്ത്? കൃത്യമായും ജഡ്ജിക്ക് ഇത്തരത്തിൽ ഗ്രീഷ്മ നൽകിയത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഗ്രീഷ്മ നൽകിയതിൽ ഇത്തരത്തിൽ പഠിക്കാനുള്ള ആവശ്യകത, മറ്റുള്ള അതായത് ഈ ഷാരോൺ രഹസ്യമായി കുറെ ചിത്രങ്ങൾ ഇത്തരത്തിൽ എടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിരന്തരമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ കൊടുത്ത പത്രികയിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് തന്നെ ഉറച്ച നിലപാട് തന്നെ പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ടായിരുന്നത്. ചെകുത്താന്റെ ചിന്തയുള്ള ആളാണ് ഗ്രീഷ്മ എന്നും ഒരു തരത്തിലും ദയയും അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് ഇത്തരത്തിൽ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി മുമ്പാകെ നടന്ന വാദത്തിൽ പറയുന്നത്. എന്തായാലും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് 131 സാക്ഷികൾ വിചാരണ ഘട്ടത്തിൽ കോടതി മുമ്പാകെ എത്തിച്ചിട്ടുണ്ട്. അന്ന് കൃത്യം നടന്നത് തമിഴ്നാട്ടിലായതിനാൽ വിചാരണ അവിടെ നടത്തണമെന്ന ആവശ്യം ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതിയുടെ അഭിഭാഷകൻ നേരത്തെ തന്നെ കോടതി സമർപ്പിച്ചത്. ഇതിനെല്ലാം മാറ്റിക്കൊണ്ടാണ് തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. പിന്നീട് ഹൈക്കോടതി 3 പ്രതികൾക്കും ആദ്യം തന്നെ ജാമ്യം നൽകുകയുണ്ടായിരുന്നു. പ്രതികൾ താമസം തമിഴ്നാട്ടിലേക്ക് മാറ്റി. ഉടൻ തന്നെ അട്ടക്കുടങ്ങ വജ്രാജിയിൽ മോശം പെരുമാറ്റത്തെ തുടർന്ന് ഗ്രീഷ്മയെ നേരത്തെ മറ്റൊരു ജയിലിൽ മാറ്റി. ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം, അതായത് ആത്മഹത്യ പ്രവണത കാണിച്ച സംഭവം മുതൽ ഉൾപ്പെടെയുള്ളത് കൃത്യമായി ഇവിടുത്തെ പ്രോസിക്യൂഷൻ ജഡ്ജിക്ക് മുമ്പായി തയ്യാറെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ വാദം പൂർണ്ണമായി കേട്ടതിന് ശേഷം മാത്രമാണ് തിങ്കളാഴ്ച 20-ാം തീയതി പൂർണ്ണമായിട്ടുള്ള വിധി എന്താണെന്നുള്ളത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ്, സ്വപ്നത്തെയാണ് കൊന്നത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണം. ഗ്രീഷ്മ ദയ അർഹിക്കുന്നില്ല. സമൂഹം ഞെട്ടിയ ഒരു കൊലപാതകമായിരുന്നു ഷാരോൺ കൊലക്കേസ്. 2022-ലാണ് ഈ ഒരു വധക്കേസ് ഉണ്ടാകുന്നത്. 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ശിക്ഷ വിധി ഉണ്ടാകുന്നത്. ശിക്ഷാവിധി മറ്റന്നാളാണ് പ്രഖ്യാപിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകം തന്നെയാണ്. പ്രണയത്തിന്റെ അവസാനത്തെ രക്തസാക്ഷി എന്ന് ഉൾപ്പെടെ നമുക്ക് ഷാരോണിനെ കൃത്യമായി പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം ഈ കുട്ടിയെ പ്രണയിച്ചു എന്നുള്ള ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ആദ്യകാലങ്ങളിൽ എനിക്ക് കൃത്യമായിട്ടും ഇതിൽ പറയാൻ പറ്റുന്ന, ഞാൻ മറ്റൊരു ചാനലായിരുന്നു അന്ന്, എന്നാൽ ആ സമയത്ത് കൃത്യമായി ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിലയിൽ എനിക്ക് കൃത്യമായി അറിയാവുന്ന അവരുടെ ഈ സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ ഉൾപ്പെടെ ആ സമയം വ്യക്തമായി കേട്ടതാണ്. എന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ ഗ്രീഷ്മ തന്നെയാണ് ഷാരോണിനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ ആ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് പ്രണയം വലിയ തരത്തിലുള്ള പ്രണയമായിരുന്നു. ആ സമയം കൃത്യമായും രഹസ്യമായി എടുത്ത വീഡിയോകൾ, അവർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ചില ഫോട്ടോകൾ, രഹസ്യ ഫോട്ടോകൾ ഉൾപ്പെടെയുള്ളവ മാറ്റണമെന്ന് നിരന്തരമായി ഇത്തരത്തിൽ ഷാരോണിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒന്നും തന്നെ ഷാരോൺ ഈ കുട്ടിയെ അത്രയ്ക്ക് ആത്മാർത്ഥമായി പ്രേമിച്ചത് കൊണ്ട് തന്നെ ആ കുട്ടി മാറി നിൽക്കാൻ പറഞ്ഞു. അതായത് പ്രണയം അവസാനിപ്പിക്കാം, എനിക്ക് മറ്റൊരാളുമായി പ്രണയത്തിലാണ് വിവാഹം കഴിക്കാൻ പോകുമെന്ന് പറയുമ്പോഴും ഒരുപക്ഷെ ഷാരോൺ നിരന്തരമായി പറയുന്ന ഷാരോൺ ഈ പറയുന്ന ഗ്രീഷ്മയ്ക്ക് നൽകിയ
നൽകിയ ആ സോഷ്യൽ മീഡിയ സന്ദേശമുണ്ട്. കരഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നെ പിരിയാൻ സാധിക്കില്ല എന്നുൾപ്പെടെയുള്ള ആ ഒരു സന്ദേശം ഉൾപ്പെടെ സോഷ്യൽ മീഡിയ അന്നത്തെ വാർത്തകളെല്ലാം മുഴുവൻ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇത്തരത്തിൽ ഒഴിവാക്കപ്പെടാൻ വേണ്ടി തന്നെയാണ് ജ്യൂസ് ചലഞ്ച് വെച്ചത്. പിന്നെ ആ ജ്യൂസ് ഓരോ തവണയും ഈ ജ്യൂസ് ചലഞ്ച് വെക്കുമ്പോഴും അതിൽ ഉൾപ്പെടുത്തിയത് വിഷമായിരുന്നു. പിന്നീടാണ് വീട്ടിൽ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ കഷായം കുടിക്കാൻ പറയുന്നത്. പലപ്പോഴും കാമുകന്റെ ശരീരത്തിലെത്തി ആരും അറിയാതെ തന്നെ വിഷം പ്രവേശിപ്പിച്ചായിരുന്നു. അത്തരത്തിൽ ചെകുത്താൻ അതുകൊണ്ട് തന്നെയാകാം ഇത്തരത്തിൽ ചെകുത്താന്റെ സ്വഭാവമുള്ള ആളെന്ന് ചിന്തയുള്ള ആളെന്നും ഇത്തരത്തിൽ വ്യക്തമായി ജഡ്ജിക്ക് മുന്നിൽ ഈ പ്രോസിക്യൂഷൻ വാദം നടത്തിയതും. പ്രദീപ്, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊക്കെ ഈ അന്വേഷണത്തിൽ നിർണായകമായിരുന്നു. ഷാരോണിന് ബ്രൂട്ടൽ മനസ്സുണ്ടായിരുന്നു എന്നാണ് പ്രതിഭാഗം വാദിച്ചിരിക്കുന്നത്. ഷാരോണിന് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ടെന്നും ഗ്രീഷ്മയുടെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഗ്രീഷ്മ ആദ്യ നാളുകൾ തന്നെ ഇത്തരത്തിൽ ഓരോ തവണയും മൊഴിയെടുക്കുന്ന സമയത്തെല്ലാം കൃത്യമായി പറയുന്നത് പലപ്പോഴും ഫോൺ സംഭാഷണം നടത്തുമ്പോഴും അല്ലാതെ തന്നെ ഇവരെ ശാരീരികമായി ബന്ധപ്പെടുമ്പോഴെല്ലാം ഇത്തരത്തിൽ രഹസ്യമായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ശേഖരിച്ച് വയ്ക്കുന്നത്. ഇത്തരത്തിൽ ക്രൂരമായ ചില നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത്, ഷാരൂണിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആദ്യം തന്നെ ഗ്രീഷ്മ പറയുകയുണ്ടായി. എന്തായാലും അത്തരത്തിൽ ചെയ്യുമ്പോഴും മറ്റുള്ള നിയമ നടപടികൾ സ്വീകരിക്കാമായിരുന്നില്ല എന്ന ചോദ്യത്തിന് ഇത്തരത്തിൽ ഗ്രീഷ്മയ്ക്ക് അന്ന് മറുപടി ഉണ്ടായിരുന്നില്ല. പ്രദീപ്, അതുപോലെ തന്നെ ഇന്നലെയാണ് ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ട്, തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നൊരു സാഹചര്യമുണ്ടായി. അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടതിൽ ഷാരോണിന്റെ കുടുംബമടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ശിക്ഷാവിധി വന്നതിന് ശേഷം മേൽക്കോടതിയെ സമീപിക്കും, തുടർ നടപടികളിലേക്ക് നീങ്ങുമടക്കമുള്ള കാര്യങ്ങൾ. രണ്ടാം പ്രതിയായിട്ടുള്ള അമ്മയെ എത്തരത്തിലാണ് ഇങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുക? എന്തായാലും അമ്മാവൻ തെളിവ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ കൃത്യമായിട്ടും ഈ പ്രതിയെ, അതായത് ഗ്രീഷ്മയെ സംരക്ഷിക്കുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അമ്മയുടെ ഭാഗത്തും കൃത്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് രണ്ടാം പ്രതി അമ്മയാകുന്നത്. എന്നാൽ ഇതിൽ നിന്ന് അമ്മയെ ഒഴിവാക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല, നിയമ നടപടികളായി മുന്നോട്ട് പോകും എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് ഗ്രീഷ്മയുടെ കുടുംബം കഴിഞ്ഞ ദിവസവും ഇന്നും നമ്മളോട് കൃത്യമായി പറഞ്ഞത്. എന്തായാലും ആ നിയമ നടപടികൾ തിങ്കളാഴ്ച 20-ാം തീയതി ഈ ശിക്ഷാവിധി വന്നതിന് ശേഷം കൃത്യമായും അടുത്ത നിയമ നടപടികളെ മുന്നോട്ട് പോകും എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ കുടുംബം ഇപ്പോഴും ഉള്ളത്. ഈ അന്തിമ വാദം പൂർത്തിയായതിനു ശേഷം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതികരണങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ പ്രദീപ്? കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഷാരോണിന്റെ സഹോദരൻ ഷീമോൻ കൃത്യമായും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. ഈ സമയം പറയുന്നത് എന്തായാലും നല്ല തരത്തിലുള്ള കൃത്യമായ ശിക്ഷാ നടപടികൾ തന്നെ കോടതി നൽകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ആ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലാണ് ഇതൊരു കേരള സമൂഹത്തിന് തന്നെ ഈ ഒരു ശിക്ഷാവിധിയിലൂടെ മാതൃകാപരമായ ശിക്ഷ നൽകുമ്പോൾ ഈ ഒരു സമൂഹത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ ചെറുത്താൻ സ്വഭാവമുള്ള നിലപാടുകൾ ഇത്തരത്തിൽ മാറിക്കിട്ടും. അതുകൊണ്ട് എന്തായാലും അവരുടെ കുടുംബത്തിന് നീതി ലഭിക്കണം, അത് നല്ല തരത്തിലുള്ള നീതി തന്നെ ലഭിക്കണമെന്നാണ് കുടുംബം ഇപ്പോൾ മാധ്യമങ്ങളോട് ആരോപിക്കുന്നത്. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് ഷാരോൺ വധക്കേസിന്റെ ആ ശിക്ഷാവിധി എന്തായിരിക്കും? ഇനി മറ്റന്നാൾ തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി ഉണ്ടാവുക. ഏവരും ഉറ്റുനോക്കുന്നത് ഒരു ശിക്ഷയിൽ ഇളവുണ്ടാകുമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ്. അതെ, ബന്ധം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഗ്രീഷ്മ സമർപ്പിച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതെന്താണെന്ന് വിശദമായിട്ട് ജഡ്ജിക്ക് വായിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വായിക്കുന്ന സമയത്ത് എന്തായാലും ഇളവുണ്ടാകാൻ സാധ്യത, കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ശിക്ഷാവിധി നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അട്ടക്കുളങ്ങ ജയിലിലേക്ക് മാറ്റുന്നത്. അത്തരത്തിൽ മാറ്റി രണ്ടാമത് വാദം കൂടി കേൾക്കണമെന്നുണ്ടായിരുന്നു. വാദം കൃത്യമായിട്ട് കേട്ടു. വലിയ തരത്തിലുള്ള നല്ലൊരു വാദമാണ് നടന്നത്. എന്തായാലും ഈ വാദങ്ങൾക്കെല്ലാം മറുപടി കേരളക്കര കാത്തിരിക്കുന്ന ആ ഒരു വാർത്ത തിങ്കളാഴ്ച എന്തായാലും ഉണ്ടാകുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. പ്രദീപ് പാറശാല തുടരുക. സൂര്യഗായത്രി ഉണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട്. സൂര്യഗായത്രി, ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധിയിലുള്ള അന്തിമ വാദം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ശിക്ഷാവിധി തിങ്കളാഴ്ചയാണ് പ്രഖ്യാപിക്കുക. ശിക്ഷയിൽ ഇളവ് വേണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു ഗ്രീഷ്മ എത്തിയിരുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വാദം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. കോടതി തുടർന്ന് ഗ്രീഷ്മ തനിക്ക് പറയാനുള്ളത് രേഖാമൂലം കോടതിക്ക് നൽകുകയും ആ കത്ത് കോടതി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തനിക്ക് പഠിക്കണമെന്ന് കോടതിയോട് ഗ്രീഷ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് താൻ
ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു, റാങ്ക് ഹോൾഡർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് ഇനി കൂടുതൽ പഠിക്കണം എന്ന ഒരു ആവശ്യം ഗ്രീഷ്മ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നതാണ് പ്രോസിക്യൂഷൻ പകരം വാദിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശിക്ഷയിൽ ഇളവ് വേണമെന്നതാണ് ഗ്രീഷ്മ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അതിൽ അവർ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഈ ഗ്രീഷ്മ സ്യൂസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു, ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ആത്മഹത്യാ പ്രേരണ ഉള്ള ഒരു ആളാണ് ഈ ഗ്രീഷ്മ. അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഉൾപ്പെടെ ഇളവ് നൽകണമെന്നൊരു ആവശ്യമാണ് പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണെന്നും ശിക്ഷയിൽ ഒരു കാരണവശാലും ഇളവ് അനുവദിക്കരുതെന്നും ഗ്രീഷ്മയുടെ പ്രായത്തിന്റെ ആനുകൂല്യം അത് നൽകരുത് എന്നുള്ള ആവശ്യങ്ങളുമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പരമാവധി എന്ത് ശിക്ഷയാണോ നൽകാൻ കഴിയുക അത് നൽകണം, വധശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് നൽകണം എന്നൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെ ഗ്രീഷ്മ കൊന്നു, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണം, ഗ്രീഷ്മ ഈ വിഷയത്തിൽ ഒരു ദയയും അർഹിക്കുന്നില്ല എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും വധശിക്ഷ ഗ്രീഷ്മയ്ക്ക് നൽകണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നു. അത് ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ മനസ്സാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു. ഇത്തരത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് താൻ എന്ന് ഗ്രീഷ്മ കോടതിയോട് പറയുമ്പോഴും അത്തരത്തിലുള്ള വിദ്യാഭ്യാസവും അറിവും ബിരുദാനന്തര ബിരുദവും ഒക്കെ തന്നെ ഒരാളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഗ്രീഷ്മ ഉപയോഗിച്ചത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തന്നെ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകളിൽ ഉൾപ്പെട്ടത് ഗൂഗിൾ അടക്കം ഈ കളനാശിനിയെ കുറിച്ചും അല്ലെങ്കിൽ ഈ വിഷത്തെ കുറിച്ചും ഒക്കെ തന്നെ ഗ്രീഷ്മ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു, സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ പോലീസിന്റെ പക്കൽ തെളിവായിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ അറിവൊക്കെ തന്നെ, ഈ ബിരുദാനന്തര ബിരുദമൊക്കെ തന്നെ ഒരാളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഗ്രീഷ്മ ഉപയോഗിച്ചത് എന്നത് ഗ്രീഷ്മയ്ക്കെതിരെ, പ്രതിഭാഗത്തിനെതിരെ പ്രോസിക്യൂഷൻ ഉയർത്തിയ ഒരു വാദമായിരുന്നു. 24 വയസ്സ് മാത്രമാണ് പ്രായം. അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് വേണമെന്ന ഈ പ്രതിഭാഗത്തിന്റെ വാദത്തിനെ തള്ളിക്കൊണ്ടുള്ള മറുവാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇത്തവണ ഈ അന്തിമവാദം നടക്കുന്ന സമയത്ത് ഗ്രീഷ്മ ഉന്നയിച്ച മറ്റൊരു ആരോപണം, ഈ സ്ഥിരമായിട്ട് ഷാരോൺ ബ്ലാക്ക്മെയിൽ ചെയ്യുമായിരുന്നു. അതായത് ഈ ബന്ധം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ സമയം മുതൽ തങ്ങൾ പ്രണയത്തിലായിരുന്ന സമയത്തെടുത്ത ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഷാരോൺ ബ്ലാക്ക്മെയിൽ ചെയ്യുമായിരുന്നു. എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും ഷാരോൺ ഒഴിഞ്ഞു പോയിരുന്നില്ല. ഇനി ബന്ധം തുടരേണ്ടതില്ല എന്ന് പറയുമ്പോഴും ഷാരോൺ ഒഴിഞ്ഞു പോയിരുന്നില്ല. അങ്ങനെ അവസാന ഘട്ടത്തിലാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യമാണ് ഈ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വാദം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഫോൺ ചാറ്റുകളും കോളുകളും അടക്കം പരിശോധിച്ചിരുന്നതാണ്. അത്തരത്തിലുള്ള യാതൊരുവിധ ബ്ലാക്ക്മെയിലിംഗ് ചാറ്റുകളായാലും ദൃശ്യങ്ങളായാലും ഒന്നും തന്നെ ഇവരുടെ ഫോണുകളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് രക്ഷപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ശിക്ഷയുടെ ഇളവ് അത് കുറച്ചു കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ ഗ്രീഷ്മ പ്രതിഭാഗം ആരോപിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് എന്നതാണ്, വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും പരമാവധി ശിക്ഷ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്കും അതുപോലെ തന്നെ കൂട്ടാളിയായ അമ്മാവനും നേടിക്കൊടുക്കണമെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ. കോടതിയിൽ രേഖാമൂലമാണ് തനിക്ക് പറയാനുള്ളത് ഗ്രീഷ്മ എഴുതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ കോടതിക്ക് ഗ്രീഷ്മ കൈമാറിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന ആവശ്യം തന്നെയാണ് ഗ്രീഷ്മ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കേസിൽ ഉള്ളത് സാഹചര്യ തെളിവുകൾ മാത്രമാണ് എന്ന് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പമാണ് ഷാരോണിന് ബ്രൂട്ടൽ മനസ്സുണ്ടായിരുന്നുവെന്നും ഷാരോൺ ഇങ്ങനെ ഇത്തരത്തിൽ നിരന്തരമായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട് എന്നും ഗ്രീഷ്മ
ഗ്രീഷ്മയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് ആണ് എന്നതാണ്. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഗ്രീഷ്മ ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഗ്രീഷ്മ ഈ അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉപയോഗിച്ചത് ഒരാളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. കൂടാതെ 11 ദിവസം ഷാരോൺ ആശുപത്രിയിൽ അനുഭവിച്ച വേദന അടക്കം പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ അന്തിമവാദത്തിൽ പറഞ്ഞു ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഷാരോണിന്റെ സ്വപ്നം കൂടിയാണ് ഗ്രീഷ്മ തകർത്തത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദേഹിയും ഗ്രീഷ്മ അർഹിക്കുന്നില്ല എന്നത് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇന്ന് ഉയർത്തിയ വാദമെന്ന് പറയുന്നത്. എന്തായാലും ഈ വാദത്തിന്മേലുള്ള അല്ലെങ്കിൽ ഈ കേസിന്മേലുള്ള ശിക്ഷാവിധി അത് തിങ്കളാഴ്ച ഉണ്ടാകും. ഗായത്രി തുടരുക. പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. വധശിക്ഷ കുറഞ്ഞത് പരമാവധി ശിക്ഷ നൽകണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. സൂര്യഗായത്രിയിലേക്കാണ്. സൂര്യഗായത്രി, അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്, അതുപോലെ തന്നെ വധശിക്ഷ പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അന്തിമവാദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധിയിൽ അന്തിമവാദം പൂർത്തിയായി. ശിക്ഷാവിധി തിങ്കളാഴ്ചയാണ് പ്രഖ്യാപിക്കുക. ശിക്ഷയിൽ ഇളവ് വേണമെന്ന ആവശ്യവുമായി ഗ്രീഷ്മ. 24 വയസ്സേ ഉള്ളൂ. പഠനം തുടരണമെന്ന് പ്രതി ഗ്രീഷ്മ കോടതിയിൽ ആവശ്യപ്പെട്ടു. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷനും കോടതിയിൽ. സമൂഹം ഞെട്ടിയ കൊലപാതകം, കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമായിരുന്നു. ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണതയുണ്ട്. ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു. ഷാരോണിന് ബ്രൂട്ടൽ മനസ്സുണ്ടായിരുന്നുവെന്നും പ്രതിഭാഗം. ഷാരോണിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഷാരോണിനും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഷാരോണിന്റെ സ്വപ്നങ്ങൾ കൂടിയാണ് ഗ്രീഷ്മ ഇല്ലാതാക്കിയത് എന്നതാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട